Here we are going to learn the term consideration. In our first video, we just understood the term consideration. It is an important element of an agreement. It is the backbone of a contract. An agreement without consideration is not enforceable by law. Anyway, let us understand this term in detail. When a party to an agreement promises to do something, he must also get something in return from another party. ഒരു എഗ്രിമെൻറ്റിൽ എൻഗേജ് ചെയ്യുന്ന പാർട്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് പറയുമ്പം അയാൾക്ക് തിരിച്ചു മറ്റേ പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അങ്ങനെ തിരിച്ചു കിട്ടുന്നതിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ സെൻസ് ഓഫ് ക്വിഡ് പ്രോ ക്വോ. ക്വിഡ് പ്രോ ക്വോ മീൻസ് something in return. In our Act, the term consideration is defined under Section 2, subsection D, which is like that. When, at the desire of the promiser, the promisee or any other person has done or abstained from doing or promises to do or to abstain from doing something, such act, abstinence or promise is called a consideration for the promise. ഒരു പ്രോമിസറുടെ താല്പര്യപ്രകാരം ഒരു പ്രോമിസിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിയോ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ചെയ്യുന്നതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ചെയ്യാമെന്നോ മാറി നിൽക്കാമെന്നോ വാഗ്ദാനം ചെയ്യുമ്പോഴോ അത്തരം ആക്റ്റുകളെ ആബ്സ്റ്റിനൻസിനെ അല്ലെങ്കിൽ പ്രോമിസിനെ നമുക്ക് കൺസിഡറേഷൻ എന്ന് വിളിക്കാം. Then essentials of a valid consideration. The first one is it must move at the desire of the promiser. ഒരു പ്രോമിസിയോട് എന്തെങ്കിലും ഒന്ന് ഓഫർ ചെയ്യുന്നത് പ്രോമിസറുടെ ഇഷ്ടപ്രകാരമുള്ള ഒരു ആക്ട് ഒരു ആബ്സ്റ്റിനൻസ് അവിടെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഗിവ് ദ കൺസിഡറേഷൻ അറ്റ് ദ ഡിസയർ ഓഫ് ദി പ്രോമിസർ. ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. നമ്മൾ ഒരാളുടെ റിക്വസ്റ്റ് പ്രകാരമല്ലാതെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഒരു വളണ്ടറി ആക്റ്റാണ്. ഇൻ സച്ച് ആക്ടിവിറ്റീസ് ദർ ഈസ് നോ കൺസിഡറേഷൻ അറ്റ് ഓൾ. ഒരു റിക്വസ്റ്റോട് കൂടി ഒരു കാര്യം ചെയ്യുമ്പോൾ മാത്രമേ നമുക്കവിടെ ഒരു കൺസിഡറേഷൻ നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വൈയുടെ സണ്ണിനെ കാണാതായി. അത് അറിഞ്ഞ ഉടനെ എക്സ് അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം മകനെ തിരഞ്ഞ് പുറപ്പെട്ടു. അയാളത് കണ്ടെത്തുകയും വൈയെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. ഇവിടെ എക്സ് ആ ഒരു കാര്യം ചെയ്തത് സ്വമേധയാലാണ്, അവിടെ വൈ ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എക്സിന് അവിടെ ഒരു കൺസിഡറേഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതല്ല. ദെൻ ഇറ്റ് മേ മൂവ് ഫ്രം ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. നമ്മൾ ആ ഡെഫിനേഷൻ പറഞ്ഞപ്പോഴേ ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൺസിഡറേഷൻ കൊടുക്കുന്നത് പ്രോമിസി ആവാം. പ്രോമിസിയും പ്രോമിസറുമാണ് ഒരു കോൺട്രാക്റ്റിനകത്ത് വരിക എന്ന് നമുക്കറിയാം. അപ്പോൾ പ്രോമിസിയുടെ ഭാഗത്തു നിന്നാവാം. പ്രോമിസി അല്ലാത്ത ഒരു തേർഡ് പേഴ്സൺ, കോൺട്രാക്റ്റുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾക്ക് വേണമെങ്കിലും കൺസിഡറേഷൻ നൽകാവുന്നതാണ്. ദെൻ ഇറ്റ് മേ ബി പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. കൺസിഡറേഷൻ കൊടുത്തു കഴിഞ്ഞതാവാം, ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് കൊടുക്കുന്നതാവാം, ഫ്യൂച്ചറിൽ നമ്മൾ നൽകുന്ന ഒന്നാവാം. ദെൻ ഇറ്റ് നീഡ് നോട്ട് ബി ആഡിക്വേറ്റ്. വേണ്ടത്ര കൃത്യം എമൗണ്ട് തന്നെ കൺസിഡറേഷൻ ആവണമെന്നില്ല. നമ്മൾ ഓഫർ ചെയ്യുന്ന പ്രോമിസ് ചെയ്യുന്ന സാധനത്തിന് ഈക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ ഉള്ള ഒന്ന് തന്നെ കൺസിഡറേഷൻ ആവണമെന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ ബിക്ക് എൻ്റെ സ്കൂട്ടർ നൽകുകയാണ്. അതിന് 25,000 റുപ്പീസ് എങ്കിലും മൂല്യമുണ്ട്. പക്ഷേ ജസ്റ്റ് 15,000 രൂപക്കാണ് അത് ഹാൻഡ് ഓവർ ചെയ്യുന്നതെങ്കിൽ അത് വേണ്ടത്ര എമൗണ്ട് ഇല്ലെങ്കിൽ കൂടിയും ആ കോൺട്രാക്റ്റ് വാലിഡ് ആണെന്നാണ് പറയുന്നത്. ദെൻ ഇറ്റ് മസ്റ്റ് ബി റിയൽ ആൻഡ് നോട്ട് ഇല്യൂഷറി. നടപ്പിലാക്കാൻ പറ്റുന്ന ഒന്നായിരിക്കണം നമ്മുടെ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എ പറയാണ് ബീൻ്റെ മരിച്ചു പോയ വൈഫിന് പുനർജന്മം കൊടുക്കാമെന്ന്, പകരം 5 ലക്ഷം രൂപ തരാമെന്ന് എയും പറയുന്നു. അങ്ങനെയുള്ളൊരു കൺസിഡറേഷൻ ഇൻവാലിഡ് ആണ്. അങ്ങനെ നടപ്പിലാക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ റീസൺ. ദെൻ ഇറ്റ് മസ്റ്റ് ബി ലോഫുൾ. നിയമവിധേയമായിരിക്കണം. ഒരു കാര്യം നിയമവിരുദ്ധമാകുന്നത് എപ്പോഴാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ. നിയമപ്രകാരം ഒരു കാര്യം നിരോധിക്കപ്പെട്ടതാകുമ്പോൾ, അല്ലെങ്കിലോ ഇറ്റ് ഈസ് ഫ്രോഡ്ലൻറ്റ്, എന്തെങ്കിലും ഒരു വഞ്ചനാപരമായിട്ടുള്ളൊരു കാര്യമാകുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കാര്യം നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു നിയമത്തിൻ്റെ
എന്തെങ്കിലും പ്രൊവിഷൻസിന് അത് ഹാംഫുൾ ആവുമെങ്കിൽ, അതിനെ പരാജയപ്പെടുത്തുന്ന ഒരു സംവിധാനമായി മാറുമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഇഞ്ചുറിയോ മറ്റോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരുടെങ്കിലും പ്രോപ്പർട്ടിക്ക് നാശം ഉണ്ടാക്കുന്ന ഒന്നാണെങ്കിൽ, അല്ലെങ്കിൽ കോടതി വളരെ ഇമ്മോറലായിട്ടാണെന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള പബ്ലിക് പോളിസിക്ക് വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമൊക്കെ ആണെങ്കിലാണ് നമ്മളതിനെ അൺലോഫുൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ആവാൻ പാടില്ല. ലോഫുള്ളായിട്ടുള്ള ഒന്ന് മാത്രമേ കൺസിഡറേഷൻ ആകാവൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എക്സ് വൈക്ക് ഓഫർ ചെയ്യാണ് ഒരു ജോലി പബ്ലിക് സർവീസിൽ. അപ്പോൾ അതിന് പകരമായിട്ട് വൈ 15,000 രൂപ തിരിച്ചു തരാമെന്ന് പറയുന്നു. പബ്ലിക് സർവീസിൽ അങ്ങനെയൊന്നും ഓഫർ ചെയ്യാമെന്ന് പറയുമ്പോൾ അത് കൈക്കൂലി കൊടുക്കുന്നതിന് തുല്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് ലോഫുൾ അല്ലാത്ത ഒരു കൺസിഡറേഷനാണ്. ഇറ്റ് മസ്റ്റ് ബി സംതിങ് വിച്ച് ദ പ്രോമിസർ ഈസ് നോട്ട് ആൾറെഡി ബൗണ്ട് ടു ഡു. ഒരു വ്യക്തി നേരത്തെ ചെയ്യാൻ ബാധ്യതയുള്ളൊരു കാര്യം, ഈ പ്രോമിസ് ഇല്ലെങ്കിൽ കൂടിയും അയാൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യത്തെ നമുക്ക് കൺസിഡറേഷനായിട്ട് കണക്കിലെടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എ ബിയുടെ അടുത്ത് പറയാണ്, ബി ഒരു പോലീസ് ഓഫീസറാണ്, എ ബിയോട് പറയാണ് ആ ഒരു ക്രൈം കൃത്യമായിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ 10,000 രൂപ തരാമെന്ന്. ഇതൊരു വാലിഡ് കോൺട്രാക്റ്റ് അല്ല. കാരണം ബി ഒരു പോലീസ് ഓഫീസറാണ്, ആ ഒരു ക്രൈം അന്വേഷിക്കുക എന്നുള്ള അയാളുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ പിന്നെ അവിടെ ഒരു കൺസിഡറേഷൻ ആയിട്ടതിനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. Then let us understand different kinds of consideration. There are 3 types of consideration. The first one is executor consideration or present consideration. ഒരു പ്രോമിസർ അയാൾ ഒരു പ്രോമിസ് മേക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അയാൾക്ക് കൺസിഡറേഷൻ കിട്ടുന്നുവെങ്കിൽ ആ കൺസിഡറേഷനാണ് നമ്മൾ എക്സിക്യൂട്ടഡ് കൺസിഡറേഷൻ അല്ലെങ്കിൽ പ്രസൻറ്റ് കൺസിഡറേഷൻ എന്ന് പറയാം. അപ്പോൾ നോക്കുക, എക്സാമ്പിൾ ക്യാഷ് സെയിൽസ്. നമ്മളിപ്പോൾ ഒരു കടയിൽ ചെന്നിട്ട് സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ അന്നേരം തന്നെ ക്യാഷ് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നത് ഒരു പ്രസൻറ്റ് കൺസിഡറേഷനാണ്. ദെൻ എക്സിക്യൂട്ടറി കൺസിഡറേഷൻ ഓർ ഫ്യൂച്ചർ കൺസിഡറേഷൻ. കൺസിഡറേഷൻ ഭാവിയിലൊരു ഡേറ്റിലാണ് കൊടുക്കുന്നുള്ളൂ. അത്തരം കൺസിഡറേഷനാണ് നമ്മൾ എക്സിക്യൂട്ടറി കൺസിഡറേഷൻ എന്ന് പറയാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ, എക്സ് വൈൻ്റെ അടുത്ത് പറയുകയാണ് എൻ്റെ കമ്പ്യൂട്ടർ അടുത്ത ആഴ്ച ഞാൻ നിങ്ങൾക്ക് നൽകാം, തിരിച്ചു പോയി അടുത്ത ആഴ്ച നൽകുന്ന സമയത്ത് 10,000 രൂപ തരാമെന്നും കൂടെ പറയുകയാണെങ്കിൽ അത് അവിടെയുള്ളത് എക്സിക്യൂട്ടറി കൺസിഡറേഷനാണ്, ഫ്യൂച്ചർ കൺസിഡറേഷനാണ്. ദെൻ പാസ്റ്റ് കൺസിഡറേഷൻ. ഇവിടെ കൺസിഡറേഷൻ ആ ഒരു പ്രോമിസിൻ്റെ ഡേറ്റിന് മുമ്പായിട്ട് തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ള കൺസിഡറേഷൻ നമ്മൾ പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എച്ചിൻ്റെ ഇഷ്ടപ്രകാരം വൈ ഒരു സർവീസ് നൽകി. എച്ച് പ്രത്യേകിച്ച് അന്നേരത്തൊന്നും കോൺട്രാക്റ്റ് ഒന്നുമില്ല, എച്ചിൻ്റെ താല്പര്യപ്രകാരമുള്ള ഒരു ആക്ഷൻ വൈ ചെയ്തു. പിന്നീട് ഒരു മാസത്തിന് ശേഷം എച്ച് പ്രോമിസ് ചെയ്യാണ്, നിങ്ങൾ അന്ന് തന്ന സർവീസിന് ഞാൻ നിങ്ങൾക്ക് കോമ്പൻസേറ്റ് ചെയ്യാമെന്ന്. അതൊരു വാലിഡ് കൺസിഡറേഷനാണ്. അവിടെ വൈ ചെയ്ത് കഴിഞ്ഞ കാര്യം പാസ്റ്റ് കൺസിഡറേഷനാണ്. അപ്പോൾ ഇവിടെ ഒരു കോമ്പൻസേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വൈക്ക് പിന്നീട് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ പ്രോമിസ് നിലവിൽ വന്നതിന് ശേഷം സാധിക്കും എന്നുള്ളതാണ്. ദെൻ എ സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ ഓർ ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ. നമ്മൾ കൺസിഡറേഷൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. കൺസിഡറേഷൻ എന്ന് പറയുമ്പം അത് ഒരു പ്രോമിസിയിൽ നിന്നോ അതല്ലാത്തൊരു വ്യക്തിയിൽ നിന്നോ ഉള്ള ആക്റ്റോ ആബ്സ്റ്റനൻസോ ആവാമെന്ന്. അപ്പോൾ പ്രോമിസിയിൽ നിന്ന് തന്നെ നമുക്ക് കൺസിഡറേഷൻ മൂവ് ചെയ്യണമെന്നില്ല. അതല്ലാത്ത കോൺട്രാക്റ്റുമായിട്ട് ബന്ധമില്ലാത്ത ഒരു തേർഡ് പാർട്ടിയിൽ നിന്നോ സ്ട്രേഞ്ചറിൽ നിന്നോ കൺസിഡറേഷൻ മൂവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ ക്യാൻ സ്യൂ ഓൺ എ കോൺട്രാക്റ്റ്. അപ്പം സോ ലോങ് ആസ് ദർ ഈസ് എ കൺസിഡറേഷൻ ഫോർ എ പ്രോമിസ് ഇറ്റ് റിമൈൻസ് വാലിഡ് ആൻഡ് ഇറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ ഹു ഹാസ് ഫർണിഷ്ഡ് ഇറ്റ്. ഒരു കൺസിഡറേഷൻ ഉള്ളിടത്തോളം കാലം ഒരു പ്രോമിസ് വാലിഡാണ്. അത് ആ കൺസിഡറേഷൻ ആര് നൽകുന്നു എന്നുള്ളത് അവിടെ വിഷയമല്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പറയുന്നതാണ് ആ ഒരു ഡോക്ട്രിനാണ് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ദെൻ എ സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ് ഓർ ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് എന്താണെന്ന് നോക്കാം. It states that the contract confers rights and obligations on contracting parties only. Therefore, a stranger to contract cannot sue on the contract. ഇത് പറയുന്നത് ഒരു കോൺട്രാക്റ്റിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന പാർട്ടീസിന് മാത്രമേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റൈറ്റ്സും ഒബ്ലിഗേഷൻസും ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺട്രാക്റ്റുമായി ബന്ധമില്ലാത്തൊരു സ്ട്രേഞ്ചർക്ക് തേർഡ് പാർട്ടിക്ക് അതിൽ സ്യൂ ചെയ്യാനോ എൻഫോഴ്സ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല എന്നാണ് ഈ ഒരു ഡോക്ട്രിൻ പറയുന്നത്. ദെൻ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഇതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്.
അതായത് സ്ട്രേഞ്ചർ ആണെങ്കിൽ കൂടിയും എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന, സ്യൂ ചെയ്യാൻ പറ്റുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ട്രസ്റ്റ്സ്. അപ്പം ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റിൽ പലപ്പോഴും അതിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന പാർട്ടീസ് ആവില്ല അതിൻ്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത്. അപ്പോൾ ബെനിഫിഷ്യറി ആയിട്ട് വരുന്നവർ ഒരു തേർഡ് പാർട്ടി ആണെങ്കിൽ കൂടിയും അതിൻ്റെ ബെനിഫിഷ്യറി ആണ് അവരെന്നത് കൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ട്രസ്റ്റ് എൻഫോഴ്സ് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കും. അതായത് ഇതിൽ എന്തെങ്കിലും ഒരു ഡീഫോൾട്ടൊക്കെ വരികയാണെങ്കിൽ അതിനെതിരെ കോടതിയെ സമീപിക്കുന്നതിനും ആ അവകാശം നേടിയെടുക്കുന്നതിനൊക്കെയുള്ള ഒരു അവസരം അവർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ദെൻ കോൺട്രാക്റ്റ് ത്രൂ ആൻ ഏജൻറ്റ്. ഒരു ഏജൻ്റ് എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പളിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്ന് നമുക്കറിയാം. അപ്പം ഒരു ഏജൻറ്റ് അവർക്ക് അവരുടെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് പ്രിൻസിപ്പളിന് വേണ്ടിയിട്ട് വേറെ ആരെങ്കിലുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുന്ന സമയത്ത് പ്രിൻസിപ്പൾ ഒരു തേർഡ് പാർട്ടി ആണ്, അല്ലെങ്കിൽ സ്ട്രേഞ്ചറാണ്. പക്ഷേ എങ്കിൽ കൂടിയും അത് പ്രിൻസിപ്പൾക്ക് വേണ്ടി നടത്തിയ കരാറായതുകൊണ്ട് തന്നെ പ്രിൻസിപ്പൾക്ക് ആ ഒരു കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബിയുടെ ഏജൻ്റാണെന്ന് വയ്ക്കുക. ബിക്ക് വേണ്ടിയിട്ട് സിയുടെ അടുത്തുനിന്ന് ഏതാനും ഗുഡ്സ് പർച്ചേസ് ചെയ്യാനുള്ള കരാറിൽ ഏർപ്പെട്ടു. അങ്ങനെയെങ്കിൽ ബി അതിൽ എൻഗേജ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടിയും ബിക്ക് ആ കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കും. Then, in the case of family arrangements for maintenance or marriage expenses, ഒരു ഫാമിലിയിലെ ഏതെങ്കിലും മെമ്പേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ഫീമെയിൽ മെമ്പേഴ്സിൻ്റെ മാരേജ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ എന്തെങ്കിലും ഫാമിലി അറേഞ്ച്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ടെന്ന് വയ്ക്കുക. പിന്നീട് അതിലൊരു ഡീഫോൾട്ട് വരുത്തുന്ന സമയത്ത് ഇവിടെ ഫാമിലി അറേഞ്ച്മെൻറ്റ് നടത്തിയത് ഈ പറയുന്ന മെയിൻ്റനൻസോ മാരേജ് എക്സ്പെൻസോ ആർക്കാണോ വേണ്ടി വരുന്നത് അവർ ഉൾപ്പെടുത്താതെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ അവർ തമ്മിൽ ആ ഫാമിലി അറേഞ്ച്മെൻറ്റിനകത്ത് ഒരു ഡീഫോൾട്ട് വന്നാൽ പോലും ഈ പറയുന്ന ഫീമെയിൽ മെമ്പേഴ്സോ അല്ലെങ്കിൽ മെയിൻ്റനൻസിന് ഉദ്ദേശിച്ചിട്ടുള്ള ആളുകളോ ഒരു തേർഡ് പാർട്ടി ആണെങ്കിൽ കൂടിയും അവരാണ് അതിൻ്റെ ബെനിഫിഷ്യറി എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അത് കിട്ടാതെ പോകുന്ന സമയത്ത് അത് ക്ലെയിം ചെയ്യാൻ, സ്യൂ ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കും. അവിടെ സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ് എന്നുള്ള കോൺസെപ്റ്റ് ആപ്ലിക്കബിൾ അല്ല. ദെൻ എക്നോളജ്മെൻറ്റ് ഓർ എസ്റ്റോപ്പൽ. ഒരാളിങ്ങനെ സ്വമേധയാ കരുതി കൂട്ടി ഞാനൊരു ഏജൻ്റ് ആണെന്നുള്ള ഭാവത്തിൽ കാണിക്കുന്നതിനെയാണ് നമ്മൾ എസ്റ്റോപ്പൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തി എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു കോൺട്രാക്റ്റുമായിട്ട് അയാൾക്ക് ബന്ധമില്ലെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലയബിലിറ്റീസ് അയാൾ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ an assignee can also sue on the basis of assignment. വെച്ചാൽ ഇത് നമ്മൾ ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയാണ് ഈ ഒരു കാര്യം നമ്മൾ പറയുന്നത്. അപ്പോൾ അസൈൻമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്നിലുള്ള ഒരു അവകാശം മറ്റൊരാളിലേക്ക് നമ്മൾ ചാർത്തി കൊടുക്കുന്നതിനാണ് നമ്മൾ അസൈൻമെൻ്റ് എന്ന് പറയാം. ഇപ്പോൾ ഒരു ഒറിജിനൽ ക്രെഡിറ്റർ അയാൾക്ക് മറ്റൊരു ഡെറ്ററുടെ നിന്ന് കിട്ടാനും ക്യാഷ് കിട്ടാനോ മറ്റുള്ള ഒരു അവകാശം വേറൊരു വ്യക്തിയിലേക്ക് പാസ് ചെയ്യുന്നത് അസൈൻമെൻറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസസിൽ അവിടെ ഡെറ്ററുടെ സമ്മതം ചോദിച്ചിട്ടൊന്നുമല്ല അങ്ങനെ പാസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിൽ ആ അവകാശം കിട്ടിയ വ്യക്തിക്ക് അയാൾ ആ ഡെറ്ററും ക്രെഡിറ്ററും നമ്മൾ കരാറുണ്ടാക്കുന്ന സമയത്ത് അയാൾ ആരുമല്ല. പക്ഷേ ഇങ്ങനെ പാസ്സായി കിട്ടിയ, ഇങ്ങനെ കൈമാറ്റം ഇത് കിട്ടിയ ആ ഒരു അവകാശം നേടിയെടുക്കുന്നതിന് പിന്നീട് അസൈനിക്ക് അവകാശം ഉണ്ടായിരിക്കും. അതായത് ആ തേർഡ് പാർട്ടി ആണെങ്കിൽ കൂടിയും അവർക്ക് അവകാശം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എയും ബിയും തമ്മിലാണ് ഒരു ബിസിനസ് നടത്തിയത്, ഒരു സെയിൽസ് നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടാക്കിയത്. എന്നിട്ട് എ ആണ് ക്രെഡിറ്റർ എന്ന് വെക്കുക. പിന്നീട് വേറെ ആർക്കെങ്കിലും ക്യാഷ് കൊടുക്കാനുണ്ട്. അപ്പോൾ അന്നേരത്തെ ഈ ബില്ല് അയാൾക്ക് വേണ്ടിയിട്ട് അയാൾ കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ എയും ബിയും തമ്മിലാണ് കരാറ്. സി എന്ന് പറയുന്ന കൈമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ സി അതിനകത്ത് ആദ്യം സമയത്ത് ഒരു പങ്കുമില്ല. പക്ഷെ പിന്നീട് ഈ ഒരു ബില്ല് കയ്യിൽ കിട്ടുന്നതോടുകൂടി സിക്ക് ബീൻ്റെ അടുത്ത് നിന്ന് അത് ആ ഒരു അവകാശം നേടിയെടുക്കുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കും. ഇപ്പോൾ തേർഡ് പാർട്ടി ആണെങ്കിൽ കൂടിയും ആ ഒരു അസൈൻമെൻറ്റിലൂടെ ആ ഒരു കോൺട്രാക്റ്റിനെ എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കുന്നു എന്നർത്ഥം. We have been learning so far. There is no consideration, no contract at all. But there are some exceptions to this general rule. They are an agreement based upon love and affection. ഒരു സ്നേഹത്തിൻ്റെ ഇഷ്ടത്തിൻ്റെയൊക്കെ മുകളിൽ നമ്മളുണ്ടാക്കുന്ന ഒരു എഗ്രിമെൻറ്റ്, അതിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കൂടിയും അത് വാലിഡ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ഈ ഒരു കാറ്റഗറിയിൽ വരണമെങ്കിൽ അതിൽ ചില കണ്ടീഷൻസ് നമ്മുടെ ലോയിൽ പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് മസ്റ്റ് ബി എക്സ്പ്രസ്ഡ് ഇൻ റൈറ്റിംഗ്. ദ പ്രോമിസ് മസ്റ്റ് ബി എക്സ്പ്രസ്ഡ് ഇൻ റൈറ്റിംഗ് ഫോമിലായിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി രജിസ്റ്റേർഡ്.
then it is made on account of natural love and affection, then it must be made between parties സ്റ്റാൻഡിങ് ഇൻ എ നിയർ റിലേഷൻ ടു ഈച്ച് അതർ, പരസ്പരം നല്ല അടുത്ത ബന്ധമുള്ള ആളുകളുടെ ഇടയിലും കൂടെ ആയിരിക്കണം. ഇങ്ങനെ ഈ ഒരു 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്രോമിസ് ആണെങ്കിൽ അവിടെ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കൂടിയും അതൊരു വാലിഡ് പ്രോമിസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു പാരൻറ്റും മകനും, ഒരു പാരൻറ്റ് അയാൾക്കുള്ള പ്രോപ്പർട്ടി ഇഷ്ടദാനമായിട്ട് മകൻ എഴുതി കൊടുക്കുന്നുവെങ്കിൽ അവിടെ മകൻ്റെ അടുത്ത് ക്യാഷ് വാങ്ങിക്കുന്നൊന്നുമില്ല, അപ്പോൾ ഒരു കൺസിഡറേഷൻ അവിടെ ഇല്ല. എങ്കിൽ കൂടിയും അതെന്താണ്, ഒരു വാലിഡ് പ്രോമിസ് ആണെന്നാണ് പറയുന്നത്. Then an agreement to pay compensation for past voluntary services. ഇപ്പോൾ ഒരാൾ സ്വമേധയാ എന്തെങ്കിലും ഒരു സഹായം മറ്റൊരാൾക്ക് ചെയ്തു, എന്നിട്ട് മറ്റേ ടീം അത് കണ്ടറിഞ്ഞുകൊണ്ട് അതിനൊരു കോമ്പൻസേഷനായിട്ട് ഞാൻ ഇത്ര തരാം എന്ന് പറയുകയാണെങ്കിൽ അവിടെ രണ്ടാമത് ഫസ്റ്റത്തെ പാർട്ടിയിൽ നിന്നൊരു കൺസിഡറേഷൻ വരേണ്ട ആവശ്യമൊന്നുമില്ല, എങ്കിൽ പോലും അതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എയുടെ പേഴ്സ് കളഞ്ഞുപോയി, ബി അത് കണ്ടപ്പം ബി അത് എടുത്ത് എയെ ഏൽപ്പിച്ചു. ബി വളണ്ടറിലി ചെയ്തൊരു കാര്യമാണ്, പക്ഷേ അതിൻ്റെ ഒരു സന്തോഷത്തിൽ പറയുകയാണ് ഞാൻ നിങ്ങൾക്കൊരു 500 രൂപ അതിന് കോമ്പൻസേഷനായിട്ട് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രോമിസ് മേക്ക് ചെയ്യുമ്പോൾ പിന്നെ വീണ്ടും ബിയുടെ ഭാഗത്ത് നിന്ന് മറ്റൊരു കൺസിഡറേഷൻ വരേണ്ട ആവശ്യമില്ല, അതൊരു വാലിഡ് പ്രോമിസ് തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ എഗ്രിമെൻറ്റ് ടു ടൈം ബൈഡ് ഡെപ്റ്റ്. ടൈം ബൈഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കൺസ്യൂമർ കുറച്ച് ഫണ്ട് ബോറോ ചെയ്തു, കടം വാങ്ങിച്ചു, ദെൻ അത് അയാൾ തിരിച്ച് കൊടുത്തിട്ടില്ല, എന്നാലോ അത് മറ്റേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് തിരിച്ച് റിക്കവർ ചെയ്യാൻ ഒരു സർട്ടൺ പീരീഡ് ഉണ്ടായിരിക്കും. ആ പീരീഡിനുള്ളിൽ അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു പീരീഡ് കഴിഞ്ഞിട്ടുമുണ്ട്, മറ്റേ പാർട്ടിക്ക് അത് തിരിച്ച് വാങ്ങിക്കാൻ പറ്റാത്ത വിധം ആ പീരീഡ് കഴിഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയുള്ള ഡെപ്റ്റുകളെയാണ് നമ്മൾ ടൈം ബൈഡ് ഡെപ്റ്റ് എന്ന് പറയാം, സമയപരിധി കഴിഞ്ഞിട്ടുള്ള ഡെപ്റ്റുകൾ. അപ്പോൾ അങ്ങനെയുള്ള ഒന്നിൻ്റെ കേസിൽ യഥാർത്ഥത്തിൽ ക്യാഷ് കൊടുക്കേണ്ട ആൾ, അതായത് ഡെറ്റർ ഒരു പ്രോമിസ് മുന്നോട്ട് വെക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് തരാനുള്ള ക്യാഷ് പിന്നെ ഭാഗികമായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ ഫുള്ളായിട്ടോ പാർട്ടായിട്ടോ തിരിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രോമിസ് റിട്ടേൺ ഫോമിലായിരിക്കണം, അയാൾ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ഒരു പ്രോമിസ് മേക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ കൺസിഡറേഷൻ പിന്നീട് ഉണ്ടാവുന്നില്ല, എങ്കിൽ കൂടിയും അതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആണെന്നാണ് പറയുന്നത്. ദെൻ കോൺട്രാക്റ്റ് ഓഫ് ഏജൻസീസ്. ഒരു ഏജൻസി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ കൺസിഡറേഷൻ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കൺസിഡറേഷനോട് കൂടിയിട്ടുള്ളതാണെങ്കിലും അല്ലെങ്കിലും ഏജൻസിക്ക് സെയിം ഇഫക്റ്റ് തന്നെയാണ് ഉള്ളത്. ദെൻ കംപ്ലീറ്റഡ് ഗിഫ്റ്റ്സ്. ഇപ്പം നമ്മൾ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു, ആ ഗിഫ്റ്റ് കൊടുത്ത സംഭവം അത് നമ്മൾ തിരിച്ചിങ്ങോട്ട് കൺസിഡറേഷനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വാങ്ങിക്കാൻ പറ്റില്ല. ഗിഫ്റ്റ് കൊടുക്കുന്ന കേസസിൽ ഓപ്പോസിറ്റ് പാർട്ടിയിൽ നിന്നൊരു കൺസിഡറേഷൻ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, ആ കൊടുത്ത സാധനം മറ്റേക്ക് അവകാശപ്പെട്ട് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ദെൻ റെമിഷൻ. നമ്മൾ എന്തെങ്കിലും ഒരു ഡ്യൂ ഡെറ്റ് അത് കോംപ്രമൈസ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രോമിസ്, അതിൻ്റെ കേസിൽ പിന്നെ മറ്റേ പാർട്ടിയിൽ നിന്നൊരു കൺസിഡറേഷൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ ഒരു ക്രെഡിറ്റർ അയാൾക്ക് 15,000 രൂപ കിട്ടാനുണ്ട്, അതിൽ മറ്റേ പാർട്ടിയുടെ അടുത്ത് പറയുകയാണ് നിങ്ങളിനി 15,000 തരണമെന്നില്ല, 10,000 രൂപ തന്നാൽ മതിയെന്ന് വീണ്ടും ഒരു ഓഫർ കൊടുക്കുകയാണ്, ഒരു പ്രോമിസ് മേക്ക് ചെയ്യുകയാണ്. അന്നേരത്തെ രണ്ടാമത് ആ ഡെറ്ററിൻ്റെ അടുത്ത് നിന്നൊരു കൺസിഡറേഷൻ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ ഇത്തരം റെമിഷൻ്റെ കേസസിലും, അതായത് ഈ എമൗണ്ട് ഡ്യൂ ഡെറ്റ് കോംപ്രമൈസ് ചെയ്യുന്ന കേസസിലും നമുക്ക് കൺസിഡറേഷൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ എല്ലാ കേസസിലും കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കൂടിയും ഇതെല്ലാം വാലിഡ് കോൺട്രാക്റ്റ് ആണെന്നാണ് പറയുന്നത്. താങ്ക് യു.